നമസ്കാരം. നമ്മൾ എക്സിറ്റ് പോളിൻ്റെ തിരക്കിലായിരുന്ന ദിവസം കേരളത്തിലെ പത്രങ്ങളിൽ വന്ന വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത അധികമാരും ചർച്ച ചെയ്യാതെ പോയി. ആ വാർത്തയുടെ ഫോളോ അപ്പും ഒരിടത്തുമില്ല. മനോരമ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്: കന്യാകുമാരിയിലെത്തിയ മലയാളി സഹോദരിമാർ കടലിൽ മരിച്ച നിലയിൽ US-ൽ നിന്ന് നാട്ടിലെത്തിയത് അടുത്തയിടെ. തിരുവനന്തപുരം കന്യാകുമാരിയിൽ കാണാതായ കോട്ടയം സ്വദേശികളെ സഹോദരിമാരുടെ മൃതദേഹം കടലിൽ കണ്ടെത്തി. അമേരിക്കയിൽ നിന്ന് അടുത്തയിടെ നാട്ടിലെത്തിയ കോട്ടയം കിടങ്ങൂർ സ്വദേശികളായ ആൻ ഫിലിപ്പ് 35, ഇളയ സഹോദരി മീര ഫിലിപ്പ് 32 എന്നിവരെയാണ് കടലിൽ മരിച്ച നിലയിൽ മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയത്. കിടങ്ങൂർ സൗത്ത് ചന്തക്കവലയിൽ എടാട്ട് വീട്ടിൽ ഫിലിപ്പ് മേരിക്കുട്ടി ദമ്പതികളുടെ മക്കളാണ്. ഇരുവരും രാമേശ്വരം, മധുര തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് 26-ന് വൈകിട്ടാണ് കന്യാകുമാരിയിലെത്തി ഹോട്ടലിൽ മുറിയെടുത്തത്. പിറ്റേന്ന് പുറത്തുപോയ ഇവർ 2 ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല. ഹോട്ടൽ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് കന്യാകുമാരി പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇവർ നൽകിയ മൊബൈൽ നമ്പറിൽ വിളിച്ച ഹോട്ടൽ ജീവനക്കാർ യുവതികളുടെ അമ്മ മേരിയെ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പിതാവിന്റെ സഹോദരനും ബന്ധുക്കളും കന്യാകുമാരിയിലെത്തി വിവിധയിടങ്ങളിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് ബന്ധുക്കളുടെ പരാതിയിൽ കന്യാകുമാരി പോലീസ് കേസെടുത്തു. ഇതിനിടെയാണ് ഇന്ന് രാവിലെ കന്യാകുമാരിയിലെ വാവത്തുറൈ ചൂണ്ടവളവ് പ്രദേശത്ത് കടലിൽ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾ 2 മൃതദേഹങ്ങളും കണ്ടെത്തി കരയിലെത്തിച്ചത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി നാഗർകോവിൽ ആശാരിപ്പുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആൻ ഫിലിപ്പ് എക്സ്റേ ടെക്നീഷ്യനും മീര എഞ്ചിനീയറുമാണ്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനമെന്നാണ് കന്യാകുമാരി പോലീസിന്റെ നിഗമനം. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കാരണം വ്യക്തമാകൂ എന്നും പോലീസ് അറിയിച്ചു. 2 ദിവസമായി ഈ സംഭവം നടന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ചോ ഈ യുവതികളുടെ പശ്ചാത്തലത്തെക്കുറിച്ചോ ഒന്നും പിന്നീട് ഒരു വാർത്തയും ഒരു മാധ്യമത്തിലും വന്നില്ല. പക്ഷെ വാർത്ത ഏറെ കൗതുകമുണർത്തുന്ന ഒന്നായതുകൊണ്ട് ഇതിനെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണം പൂർണ്ണമായും പൂർത്തിയായിട്ടില്ലെങ്കിൽ പോലും അമേരിക്കയിലെ ടെക്സാസിലെ ഓസ്റ്റിൻ എന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്. അവരുടെ കുടുംബവും അവിടെ തന്നെയുണ്ട്. അവർ സുഖമായി ജീവിച്ചു വരികയാണ് എന്ന് മാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ അവർക്ക് എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. പത്ര റിപ്പോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായ ചില സംഭവങ്ങളാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കുടുംബവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളായിരുന്നു ഇവരെ ഒറ്റപ്പെടുത്തിയതും ഇവർ 2 പേരും ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ച് നാട്ടിലെത്തിയതും എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവർ മധുരയിലെയും രാമേശ്വരത്തെയും ഒക്കെ ക്ഷേത്രങ്ങളിൽ പോയി ആത്മീയാനുഭവങ്ങൾ തേടിയ ശേഷം തൻ്റെ മാതാപിതാക്കൾക്കും സഹോദരി എലിസബത്തിനും വാട്സാപ്പിലൂടെ ചില സന്ദേശങ്ങൾ അയച്ചെന്നും അതിനുശേഷമാണ് ഇവരെ കാണാതായത് എന്നുമാണ് റിപ്പോർട്ട്. ഈ സന്ദേശങ്ങൾ കൈപ്പറ്റിയ മാതാപിതാക്കൾ തന്നെയാണ് പോലീസിനെ വിവരമറിയിച്ചതെന്നും പക്ഷേ അപ്പോഴേക്കും അവർ മുറിപൂട്ടി പുറത്തിറങ്ങി. പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ഇവർ ആത്മഹത്യ ചെയ്തു എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് പോലും ഇവർ അയച്ചിരിക്കുന്ന കുറിപ്പുകളാണ്. അമേരിക്കയിൽ എത്തപ്പെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അവിടെ എത്തി നല്ല നിലയിൽ ജോലി കണ്ടെത്തിയാൽ അവിടെ സുഖമായി ജീവിക്കാൻ കഴിയും. അങ്ങനെ അവിടെ സുഖമായി ജീവിക്കുന്ന ഒരുപക്ഷെ കുടുംബം അവിടെ ആവാം, നേരത്തെ തന്നെ എത്തിയതാവാം, അവിടെ ജനിച്ചു വളർന്നവരാകാം, അത്തരം സാധ്യതകളൊക്കെ ഉണ്ട്. അവർ സുഖമായി ജീവിക്കവേ അവർ എന്തുകൊണ്ടാണ് മരണം തെരഞ്ഞെടുത്തതും മരിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വന്നതും? കുടുംബാംഗങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വരെ നമുക്ക് ഈ പ്രശ്നങ്ങളുടെ ആഴം വ്യക്തമല്ല. പക്ഷേ കേവലം 32 34 വയസ്സുള്ള അമേരിക്കൻ പൗരത്വമുള്ള അമേരിക്കയിൽ ജീവിക്കുന്ന 2 യുവതികൾ മരണം തെരഞ്ഞെടുക്കാൻ നാട്ടിലേക്ക് വരികയും ക്ഷേത്ര സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം കടലിൽ ഇറങ്ങി മരിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് വളരെയേറെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ജീവിതത്തിൽ നമുക്കിനി 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ് മനുഷ്യൻ മരണം സ്വയം തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് വേറൊരാളോടുകൂടി സംസാരിക്കാൻ കഴിഞ്ഞാൽ പോലും പലപ്പോഴും അവർ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയെന്ന് വരാം. ഇത് ഒരു നിമിഷത്തെ തോന്നലും ആ നിമിഷത്തിന്റെ വളർച്ചയുമാണ്. എന്നാൽ ഇവിടെ 2 സഹോദരിമാർ ഒരുമിച്ച് മരണം തിരഞ്ഞെടുക്കണമെങ്കിൽ അത് ആലോചിച്ചുറപ്പിച്ചുള്ളതും ഗൗരവമേറിയ വിഷയങ്ങളാൽ ആവരണം ചെയ്യപ്പെടുന്നതുമാണ്. അവയൊക്കെ അനാവരണം ചെയ്യുന്നതുവരെ നമുക്ക് എന്തു സംഭവിച്ചു എന്നറിയാൻ കഴിയില്ല. പക്ഷേ 32 34 വയസ്സ് മാത്രം പ്രായമുള്ള 2 യുവതികൾ അവരുടെ ജീവിതം ഒരു പ്രയോജനവുമില്ലാതെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിൽ അതീവ ഗൗരവമുള്ള വിഷയങ്ങൾ ഉണ്ടാവും. അത് കണ്ടെത്തേണ്ടതുണ്ട്. ദൈവം നമുക്ക് നൽകിയ ഈ ജീവിതം നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? സാമ്പത്തികമായും ആരോഗ്യമായും മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ, സാമ്പത്തിക ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ, അതുപോലെ ജീവിതത്തിൽ 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധം അപമാനിക്കപ്പെടുമ്പോഴൊക്കെ മുമ്പിൽ ഇരുട്ട് കയറുമ്പോൾ മനസ്സിലേക്കുമായി ഇരുട്ട് വ്യാപിക്കുകയും മരണം തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ കരുതിക്കൂട്ടി പദ്ധതിയിട്ട് നല്ല നിലയിൽ ജീവിക്കുന്ന 2 അമേരിക്കൻ യുവതികൾ എന്തിനാണ് കന്യാകുമാരി തീരത്തെത്തി മരണം കൈവരിച്ചത്? എത്ര വിചിത്രമാണ് മനുഷ്യജീവിതം.
ജെറി പൂവക്കാല ഇങ്ങനെ എഴുതുന്നു: പണവും പദവിയുമല്ല ജീവിതം. കന്യാകുമാരിയിൽ കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സഹോദരിമാർ നൽകുന്ന പാഠം. അമേരിക്കയിലെ സുരക്ഷിതമായ ജീവിതമോ ഉയർന്ന ജോലിയോ സാമ്പത്തിക ഭദ്രതയോ ഒരാൾക്ക് ആന്തരിക സമാധാനം നൽകണമെന്നില്ല എന്ന യാഥാർത്ഥ്യം അടിവരയിടുന്നതാണ് കന്യാകുമാരിയിൽ നിന്നുള്ള ഈ ദാരുണ വാർത്ത. കോട്ടയം കിടങ്ങൂർ സ്വദേശികളായ ആനി ഫിലിപ്പ് 35, മീര ഫിലിപ്പ് 32 എന്നീ സഹോദരിമാരുടെ മരണം പ്രവാസ ലോകത്തെയും കേരളത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. വളരെ വിഷമം തോന്നുന്നു. ദുരന്തത്തിന്റെ ചുരുക്കം: മരിച്ചവർ ആനി ഫിലിപ്പ്, മീര ഫിലിപ്പ് ടെക്സാസിലെ ഓസ്റ്റിനിൽ സ്ഥിരതാമസക്കാർ. സ്ഥലം കന്യാകുമാരി വാവുത്തറ കടൽ തീരം. സംഭവം ഏപ്രിൽ 24 കന്യാകുമാരിയിലെത്തിയവർ 26 കടലിൽ ചാടുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് മൃതദേഹങ്ങൾ കരക്കടിഞ്ഞത്. പണമല്ല പ്രശ്നം, സമാധാനമാണ് പ്രധാനം. ഈ സഹോദരിമാർ ആത്മഹത്യയിലേക്ക് നയിച്ചത് സാമ്പത്തിക ബാധ്യതയോ ജോലിയില്ലായ്മയോ ആയിരുന്നില്ല. ജീവിതത്തിന് എല്ലാ ഭൗതിക സൗകര്യങ്ങളുടെയും നടുവിൽ അവർ അനുഭവിച്ച ആന്തരിക സംഘർഷങ്ങളാണ് ഈ കടുംകൈക്ക് പ്രേരിപ്പിച്ചത്. മനുഷ്യന് പണവും അമേരിക്കയിലെ ആഡംബര ജീവിതവും ഉയർന്ന ജോലിയും മാത്രം സമാധാനം നൽകില്ല എന്ന വലിയ സത്യം ഈ സഹോദരിമാരുടെ വേർപാട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനസ്സിന്റെ സമാധാനമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. പോലീസ് കണ്ടെത്തലുകൾ: കന്യാകുമാരി ഡിവൈഎസ്പി ജയചന്ദ്രൻ നൽകുന്ന വിവരങ്ങൾ പ്രകാരം രാമേശ്വരത്ത് സന്ദർശനം നടത്തിയ ശേഷമാണ് ഇവർ കന്യാകുമാരിയിലെത്തിയത്. സന്ദേശം ഏപ്രിൽ 26 മാതാപിതാക്കൾക്കും സഹോദരി എലിസബത്തിനും ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ സന്ദേശങ്ങൾ അയച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ, വാവുത്തുറയിലെ കടൽപ്പാതയിലൂടെ ഇരുവരും നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ ഹോട്ടലിലേക്ക് തിരികെ എത്തിയില്ല. അന്വേഷണം: കുടുംബം നൽകിയ പരാതിയിൽ തമിഴ്നാട് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. നിലവിലെ സാഹചര്യം: നിലവിൽ മൃതദേഹങ്ങൾ ആശാരിപള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ്. വിദേശത്ത് സ്ഥിരതാമസമാക്കിയ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവുന്നതിലും അപ്പുറമാണ് വിയോഗം. ഭൗതിക നേട്ടങ്ങൾക്കിടയിലും മനുഷ്യൻ നേരിടുന്ന ഏകാന്തതയും മാനസിക സമ്മർദ്ദങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ജീവിതം ചിലപ്പോൾ വലിയ ഭാരമായി തോന്നാം. എന്നാൽ ഓർക്കുക, മനുഷ്യൻ നേരിടുന്ന ഒരു പ്രതിസന്ധിയും പരിഹരിക്കാനാവാത്തതല്ല. മനസ്സിന്റെ വാതിലുകൾ അടച്ചിടാതെ തുറന്നിടുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിവിധി. തുറന്ന് സംസാരിക്കുക. ഉള്ളിലൊതുക്കുന്ന സങ്കടങ്ങളാണ് സ്ഫോടനാത്മകമായ തീരുമാനങ്ങളായി മാറുന്നത്. അത് സുഹൃത്തോ ബന്ധുക്കളോ ഒരു കൗൺസിലറോ ആകട്ടെ, നിങ്ങളെ കേൾക്കാൻ ഒരാളുണ്ടെന്ന് തിരിച്ചറിയുക. സഹായം തേടാൻ മടിക്കരുത്. മാനസികമായ തളർച്ച അനുഭവപ്പെടുന്നത് ശാരീരിക അസുഖം പോലെ തന്നെ സ്വാഭാവികമാണ്. വിദഗ്ധമായ ചികിത്സയും കൗൺസിലിംഗും വഴി ഏത് കടുത്ത മാനസിക സമ്മർദ്ദത്തെയും അതിജീവിക്കാൻ സാധിക്കും. തനിച്ചല്ല നിങ്ങൾ. ലോകം എത്ര വലുതാണെങ്കിലും നിങ്ങൾ തനിച്ചാണെന്ന് തോന്നൽ ഒരു മിഥ്യയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും സമൂഹത്തിനും നിങ്ങൾ വിലപ്പെട്ടവരാണ്. പ്രത്യാശ കൈവിടരുത്. ഒരു നിമിഷത്തെ വികാരത്തള്ളച്ചയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മാറ്റാൻ കഴിയില്ല. എന്നാൽ ആ നിമിഷം അതിജീവിച്ചാൽ മുന്നിൽ വലിയൊരു ജീവിതം ബാക്കിയുണ്ട്. ഭയപ്പെടേണ്ട. തോറ്റുകൊടുക്കാനല്ല, പോരാടി ജയിക്കാനാണ് ജീവിതം. ഇരുട്ടിന് ശേഷം എപ്പോഴും ഒരു പ്രകാശമുണ്ട്. പ്രിയരെ, വെച്ച കഞ്ഞിക്ക് ഉപ്പില്ലെങ്കിലും സമാധാനമുണ്ടെങ്കിൽ നിങ്ങളാണ് ഭാഗ്യവാൻ.